ഹായ് ഗൈസ്, ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. ഞാൻ രവി. അതെ, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ സജസ്റ്റ് ചെയ്തതാണ്. എപ്പോഴും ഈ ബിരിയാണി, കുഴിമന്തി, നെയ് റോസ്റ്റ് ഇതൊക്കെ കണ്ട് മടുത്തു ഞങ്ങൾക്ക്. നിങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവരൂ എന്ന് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലാരിവട്ടം, കൊച്ചിയിലെ പാലാരിവട്ടത്ത് മലായ റെസ്റ്റോറൻറ്റിലാണ്. ഇത് രവിയുടെ സജഷനാണ്. അപ്പോൾ ഇത് നന്നായാലും നന്നായില്ലെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രവിക്കായിരിക്കും. ചതിക്കില്ല. ഇന്ന് നമ്മുടെ ഒപ്പം നെല്ലിപ്പുര ബ്രദേഴ്സിലെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആള് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്ത് കയറി നമുക്കൊരു സൂപ്പ് സ്റ്റാർട്ട് തുടങ്ങാം. സൂപ്പിൽ നിന്ന് തുടങ്ങാം. ഡയലോഗ് എവിടെയോ കേട്ട് പറഞ്ഞ പോലെ എപ്പോഴും സംഭവം മാത്രം വ്യത്യാസമുണ്ട്. അതെ. ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ചൈനീസ് ക്യൂസീൻ ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഗൂഗിൾ റേറ്റിംഗ്സും യൂട്യൂബ് ബ്ലോഗ്സൊക്കെ നോക്കിയപ്പോൾ കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിട്ട് കണ്ടത് പാലാരിവട്ടത്തുള്ള ഈ മലായ റെസ്റ്റോറൻ്റ് ആണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 4:30 അതുകൊണ്ട് തന്നെ വലിയ റഷ് ഒന്നുമില്ല. ആംബിയൻസും ഓക്കെയാണ്. എൻ്റെ ലാസ്റ്റ് മീല് 11 മണിക്ക് കഴിച്ച 2 ദോശയാണ്. ഇപ്പോൾ സമയം 4:30 ആണല്ലോ. ഇടയിൽ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല വിശപ്പുണ്ട്. ആ വിശപ്പ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അപ്പിറ്റൈസർ ആയിട്ടൊരു സൂപ്പ് ഓർഡർ ചെയ്തു. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. നിർമ്മൽ കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു 2/3 പോർഷൻ. പൊതുവേ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും വെജിറ്റേറിയൻ സൂപ്പാണ് കഴിക്കാറുള്ളത്. നോൺ വെജ് സൂപ്പ് വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. നല്ല ഹോട്ടായിട്ട് സെർവ് ചെയ്തു. നല്ല ക്വാണ്ടിറ്റി ചിക്കൻ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിർമ്മൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് രവിയോടും നിർമ്മലിനോടും ചോദിക്കാം. സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയാ? അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് ബെസ്റ്റാ? സൂപ്പ് അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് അങ്ങനെ പറയാം. ഓക്കേ, കൊള്ളാവോ സൂപ്പ്? അങ്ങനെ സൂപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെയിൻ കോഴ്സിൽ നമുക്ക് ഓർഡർ ചെയ്യാം. മെയിൻ കോഴ്സായിട്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ചൈനീസ് ചോപ്സി ആണ്. ഈ ചോപ്സി കുറെ കേട്ടിട്ടുണ്ട്, അപ്പോൾ എന്താണെന്ന് കഴിച്ചു നോക്കണമല്ലോ. രവി ഓർഡർ ചെയ്തിരിക്കുന്നത് ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നിർമ്മലിൻ്റേത് മിക്സഡ് ഫ്രൈഡ് റൈസും. പിന്നെ ഞങ്ങളൊരു ഗാർലിക് ചിക്കനും ഓർഡർ ചെയ്തു. ഇതെല്ലാം തന്നെ ഹാഫ് പോർഷൻ ആണ് കേട്ടോ. എന്നിട്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പൊതുവെ ഈ ചോപ്സിയിൽ നമ്മളൊരു എഗ്ഗ് നമ്മുടെ ഈ ബുൾസെ പോലെ ഒന്ന് അതിൽ വെക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിലത് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അമേരിക്കൻ ചോപ്സിയിലാണ്. ഇത് ചൈനീസ് ചോപ്സി. ഇത് മിക്സഡ് മീറ്റാണ്. സോ ചിക്കനും പോർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ സെലറിയും പിന്നെ വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈം ഒരു ചോപ്സി കഴിച്ചു നോക്കാം. കൊള്ളാം, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചോപ്സി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ അപ്പുറത്തേക്ക് കൊടുത്തു. ആക്ച്വലി ചൈനീസ് വ്ളോഗ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ സുഹൃത്ത് ഹേമന്ത് ആണ്. സോ ഹേമന്ത്, ഹോപ്പ് യു ലൈക്സ് ദിസ്. സോ ഗാർലിക് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ പീസാണ്. കൊള്ളാം, നല്ല ടേസ്റ്റിയാണ്. മിക്സഡ് ഫ്രൈഡ് റൈസ് ഒന്ന് നമുക്ക് ഗാർലിക് ചിക്കനും ചേർത്തിട്ട് കഴിച്ച് നോക്കാം.
സൂപ്പറായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, കൂടെ ഉള്ളതുകൊണ്ട് കഴിക്കാനൊരു ബുദ്ധിമുട്ട്. രവി ചൈനീസ് ഫുഡ് വേട്ട പെട്ടെന്ന് നിർത്തി. AC ഇട്ടിട്ട് ഞാൻ മെർക്കുറി ഇതെന്താ തളപതി സാധനം? തീരെ കപ്പാസിറ്റി ഇല്ല. കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ രവിയുടെ സൂപ്പായി. എത്ര പേർക്ക് അത് ചൂട് ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. പോയാലും ഇങ്ങനത്തെ ചൂടാണ്. അതിനിപ്പോ പാലക്കാടൻ ചൂട് വേണമെന്നൊന്നുമില്ല. അല്ല, എനിക്ക് ഇവിടുത്തെ ചൂടിന് തളർന്നു പോയില്ല. പാലക്കാട് ചൂട് വന്ന അസുഖം പിടിച്ച് ഞാൻ 2 ദിവസം കിടപ്പായി. ഒരു തീരെ ഇമ്മ്യൂണിറ്റി. പക്ഷെ ഇവരുടെ നാട്ടിൽ പോയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പ് കൂടി കലർന്ന ചൂടാണ്. നിങ്ങളുടേത് അങ്ങനെയല്ല, മരുഭൂമിയിലുണ്ട് അത്ര ചൂടാണ്. അത് നീ രാജസ്ഥാനിലൊന്നും പോയി നോക്കാത്തിട്ടാ. ഇപ്പം രവിയുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. ഇതെനിക്കൊരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അത് ചിക്കനും പോർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിയ ആ ഗാർലിക് ചിക്കനും കൂടി ചേർത്ത് കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. അങ്ങനെ മലായ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. 1990 മുതൽ ഇവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. കൊച്ചിയിൽ പാലാരിവട്ടത്തിന് പുറമെ കല്ലൂരും ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ കഴിച്ച ഡിഷസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. നല്ലൊരു ഫുഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതെ അതെ അതെ. കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു ചൈനീസ് ഫുഡ് എക്സ്പീരിയൻസ് ഇൻ മലയ പാലാരിവട്ടം. സോ നമ്മളിപ്പോൾ കഴിച്ചത് അമേരിക്കൻ ചോപ്സി, പിന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അല്ലേ, ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ മിക്സഡ് ഫ്രൈഡ് റൈസ്. ഇതാ കുറച്ച് പാർസലുണ്ട്. കാരണം ഞങ്ങൾ കഴിച്ച് തീർക്കാൻ പറ്റട്ടെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാർസൽ എടുക്കേണ്ടി വന്നു. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് ടേസ്റ്റ് വൈസ് ആസ് വെൽ ആസ് അവരുടെ സർവീസും വളരെ നന്നായിരുന്നു. സോ നിങ്ങൾക്ക് ഒന്ന് ഡിഫറൻസ് ഒന്ന് ട്രൈ ചെയ്യണം. സ്ഥിരം ഇതിൽ നിന്ന് മാറ്റി പിടിക്കണം, ചൈനീസൊക്കെ നോക്കണമെങ്കിൽ ഈ പാലാരിവട്ടം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അത്യാവശ്യം കാലങ്ങളായിട്ട് 1990 തൊട്ടിട്ടുള്ളതാണ്. റീസണബിൾ റേറ്റുമാണ്. അവരുടെ ആ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല റീസണബിൾ റേറ്റാണ്. സോ ഈ ചൈനീസ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ നമുക്ക് ഇതുപോലത്തെയുള്ള ഫുഡ് റിലേറ്റഡും ട്രാവൽ റിലേറ്റഡും ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും കാണാം. ബൈ.